ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില സെൻറ്റൻസസ് ആണ്. കുഞ്ഞു കുഞ്ഞ് സെൻറ്റൻസസ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലെസണാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസസ് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ, മാത്രമല്ല പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇത് ഹെൽപ്പ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചില ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. വാട്ട് എന്നാൽ എന്ത്. ആദ്യമായി നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്താ നമ്മൾ ചോദിക്കുക? എന്താ പേര് എന്നല്ലേ? വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം എന്നല്ലേ ചോദിക്കുക? നെയിം, പേര്. വാട്ട്സ് യുവർ നെയിം. സമയം, ഇപ്പോൾ സമയം എത്രയാ എന്ന് ചോദിക്കില്ലേ? അതിനെന്താ ചോദിക്കുക? വാട്ട്സ് ദ ടൈം നൗ. നൗ ഇപ്പോൾ, ടൈം സമയം. വാട്ട്സ് ദ ടൈം നൗ. എന്താ പ്രശ്നം എന്ന് ചോദിക്കണ്ടേ? എന്താ പ്രോബ്ലം എന്നൊക്കെ നമ്മൾ എങ്ങനെ ചോദിക്കുക? വാട്ട്സ് ദ പ്രോബ്ലം. വാട്ട്സ് ദ പ്രോബ്ലം. എന്താണ് പ്രശ്നം? വാട്ട് ഡു യു തിങ്ക്. വാട്ട് ഡു യു തിങ്ക് എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്യുക മീൻസ് ചിന്തിക്കുക. എന്താ ചിന്തിക്കുന്നത്? എന്താ നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്ന് സാധാരണ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതാണ്. എന്താ ചിന്തിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക്. അതല്ലെങ്കിൽ പല ടോണിൽ നമുക്കത് ചോദിക്കാം. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക്. അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക്. ഇങ്ങനെയൊക്കെ പല ടോണിൽ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പല ടോണിൽ നമുക്ക് അത് ചോദിക്കാം. എന്താ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹി ടോക്കിംഗ് എബൌട്ട്. ടോക്കിംഗ് മീൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ഹി ടോക്കിംഗ് എബൌട്ട്. അതും നമുക്ക് പല ടോണിൽ, നമുക്ക് പല സന്ദർഭങ്ങളിൽ നമുക്ക് ചോദിക്കാം. എന്താണ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹി ടോക്കിംഗ് എബൌട്ട്. അങ്ങനെ ചോദിക്കാം. വാട്ട് ഈസ് ഹി ടോക്കിംഗ് എബൌട്ട്. നമുക്കത് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നമുക്ക് ചോദിക്കാം. വാട്ട് ഈസ് ഹി ടോക്കിംഗ് എബൌട്ട്. വാട്ട് ഈസ് ഹി ടോക്കിംഗ് എബൌട്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കാം. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കത് മനസ്സിലാവില്ല. വാട്ട് ഈസ് ഗോയിങ് ഓൺ. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കതിനെപ്പറ്റി ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം നമുക്ക് ചോദിക്കാവുന്ന ഒരു സെൻറ്റൻസാണ് വാട്ട്സ് ഗോയിങ് ഓൺ. വാട്ട് ഡിഡ് യു സേ. നിങ്ങൾ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ. എന്താ നിങ്ങൾ പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ. സേ മീൻസ് പറയുക, യു നിങ്ങൾ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ യു ഡൂയിങ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ്. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കില്ലേ? അതിനെന്താ? വാട്ട് ഹാപ്പൻഡ്. എന്ത് സംഭവിച്ചു. ഹാപ്പൻ മീൻസ് സംഭവിക്കുക. വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്. നെക്സ്റ്റ് വൺ, വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ്. എപ്പോഴാണ് നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയം? അത് നമ്മൾക്ക് പലപ്പോഴും ഫ്ലൈറ്റിന് പോകുന്ന ആളുകൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എപ്പോഴാണ് ടൈം, എപ്പോഴാണ് നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്നൊക്കെ ചോദിക്കില്ലേ? സാധാരണ നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളതാണ്. വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ്. വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ്. വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ്. ഇപ്പോൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന കുഞ്ഞു കുറച്ച് സെൻറ്റൻസുകൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചില ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ എന്നാൽ എന്തുകൊണ്ട്. വൈ ആർ യു ലേറ്റ്. എന്താണ് നിങ്ങൾ താമസിച്ചത്? വൈ ആർ യു ലേറ്റ്. വൈ ആർ യു ലേറ്റ്. നെക്സ്റ്റ് വൺ, വൈ ഡു യു തിങ്ക് സോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? വൈ ഡു യു തിങ്ക് സോ. നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ? വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് വൺ, വൈ കോണ്ട് യു ഡു ദാറ്റ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ ചോദിക്കില്ലേ? വൈ കോണ്ട് യു ഡു ദാറ്റ്. വൈ കോണ്ട് യു ഡു ദാറ്റ്. എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല? ഇപ്പോൾ ഒരാളെന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾക്കത് ചെയ്യാൻ വൈ കോണ്ട് യു ഡു ദാറ്റ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു എന്നൊക്കെ ചോദിക്കില്ലേ? അതാണ് വൈ കോണ്ട് യു ഡു ദാറ്റ്. വൈ കോണ്ട് യു ഡു ദാറ്റ്. വൈ ഡോണ്ട് യു കം അലോങ് വിത്ത് മീ. എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്നുകൂടാ. നമ്മൾക്ക് എവിടെയെങ്കിലും പോകുന്നത് നമ്മുടെ കൂടെ ഒന്ന് വരണം എന്ന് പറയുമ്പോൾ അയാൾ എന്തെങ്കിലും ഒരു ഒബ്ജെക്ഷനോ അയാൾക്ക് എന്തെങ്കിലും തടസ്സം വൈ ഡോണ്ട് യു കം അലോങ് വിത്ത് മീ. എൻ്റെ കൂടെ എന്തുകൊണ്ട് വന്നുകൂടാ. വൈ ഡോണ്ട് യു കം അലോങ് വിത്ത് മീ. കം അലോങ് മീൻസ് കൂടെ വരിക. എൻ്റെ കൂടെ, കം അലോങ് വിത്ത് മീ. അപ്പോൾ
ഇത്തരം സെൻറ്റൻസുകൾ നമ്മുടെ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഇത് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സുമായി ചേർന്നിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും ഇത് കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തു. നമ്മളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആ സമയത്ത് ഒരു ഫ്രണ്ടിനെ കാണുന്നില്ല, ആ ഫ്രണ്ട് വരുന്നില്ല. കുറേ സമയം കഴിഞ്ഞിട്ടും ആൾ കാണുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ആൾ വരുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കാം, വൈ ആർ യു സോ ലേറ്റ്? ലുക്ക്, വാട്ട് ഇസ് ദ ടൈം നൗ? ഇങ്ങനെയൊക്കെ ചോദിച്ചൂടെ? ഇവിടെ നമ്മൾ പഠിച്ച ആ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ ഒരു സെൻറ്റൻസ് വൈ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കുക.